അല്ല ജിംസ്, ഇത് നാക്കുപിഴയാണ് എന്ന് പറയാൻ വയ്യ. ഇത് ഒരു നേതാവ് ഒരു തവണ പറയുമ്പം വരുന്നതിനാണ് നാക്കുപിഴ എന്ന് പറയാം. ഇതിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതാണ് അഭിപ്രായം, വിജയരാഘവൻ ഇതാണ് അഭിപ്രായം, മറ്റുള്ളവർ പറഞ്ഞാൽ തന്നെ ആയിരിക്കും അഭിപ്രായം വരിക. അതായത് മതതീവ്രവാദം, മതരാഷ്ട്രവാദം തുടങ്ങിയുള്ള ആശയങ്ങളുള്ള ആളുകളുടെ പിന്തുണ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് LDF UDF. എൻ്റെ നോട്ടത്തിൽ അത് ഏറ്റവും അധികം ഉപയോഗിച്ചത് LDF ആണ്, പ്രത്യേകിച്ച് CPM ആണ്. എപ്പോഴും അത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിൻ്റെ പിറകിൽ മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആരാണ്? വടകരയിൽ ഷാഫിക്കെതിരായിട്ട് കാഫർ പോസ്റ്റ് ഇടുന്നത് ആരാണ്? പാലക്കാട്ട് നിയമസഭയിൽ ഇലക്ഷൻ വരുന്നതിൻ്റെ അന്ന് രാവിലെ സുപ്രഭാതത്തിലും സിറാജിലും അങ്ങേയറ്റം വർഗീയതയുള്ള പരസ്യം കൊടുക്കുന്നത് ആരാണ്? പിന്നെ ഇവിടെ മതതീവ്രവാദത്തിൻ്റെയും ഒക്കെ വലിയ പ്രതീകങ്ങളായിരുന്ന അബ്ദുൽ നാസർ മദനിയെ കൊണ്ടു നടന്നിരുന്നത് പ്രധാനമായിട്ട് ആരാണ്? UDF അദ്ദേഹത്തിൻ്റെ പിന്തുണ നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, സദ്ദാം ഹുസൈൻ എന്നുള്ള ഒരു കാർഡ് ഇറക്കി കളിച്ച് ജയിച്ചത് CPM ആണ്. കാരണം ഇറാഖിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായും ഇസ്ലാമിസ്റ്റ് വിരുദ്ധമായും പെരുമാറിയ ഭരണാധികാരിയാണ് സദ്ദാം ഹുസൈൻ. പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കക്കെതിരായപ്പോൾ ആ ഒരു മറയുടെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും കൈകോർക്കാനൊരു അവസരമുണ്ടായി. നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ വയനാട് മണ്ഡലക്കാരനാണ്. ഇവിടെ ഈ പറയുന്ന SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ എത്ര വോട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചിരി വരും. പിന്നെ മുക്കം ഗ്രാമപഞ്ചായത്തിലും മുക്കം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇവരുടെ പിന്തുണയോട് കൂടിയാണ് CPM ജയിച്ചതും ഭരിക്കുന്നതൊക്കെ. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരു തർക്കത്തിന് വേണ്ടി പറയുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നേരത്തെ തന്നെ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് രണ്ടുണ്ട് എന്നും ന്യൂനപക്ഷ വർഗീയത വലിയ കുഴപ്പമില്ല എന്നും സിദ്ധാന്തമുണ്ടാക്കിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാടാണ്. അത് 67 സപ്തമിറ്റണിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിദ്ധാന്തമാണ്. അത് കഴിഞ്ഞ് പിന്നെ 94 INL-ൻ്റെ സുലൈമാൻ സേട്ടുവിനെയും PDP-യുടെ അബ്ദുൽ നാസർ മദനിയെയും കൊണ്ടാടുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക്, അതിൻ്റെ നടുക്ക് എനിക്ക് ഇപ്പോഴും മാറിയില്ല. രാഷ്ട്രീയത്തിൽ മതം ഉപയോഗിക്കുന്നത് ഗാന്ധിയാണ്. ആ ഗാന്ധിയോടാണ് അദ്ദേഹം സുലൈമാൻ സേട്ടിനെയും അബ്ദുൽ നാസർ മദനിയെയും അന്ന് താരതമ്യപ്പെടുത്തി. 94-ലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 98-ൽ അദ്ദേഹം മരിച്ചുപോയല്ലോ. അപ്പോൾ ഈ തരത്തിൽ മുസ്ലിം വർഗീയതയെ പല തരത്തിൽ അതിൻ്റെ പ്രലോഭനങ്ങളെയും അതിൻ്റെ പ്രകോപനങ്ങളെയും ഉപയോഗിക്കുന്നതിൽ ഒട്ടും മടി കാണിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് CPM. അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ഒരു മടിയില്ല. മാത്രമല്ല, ഈ രണ്ട് ലോക്സഭാ ഇലക്ഷനുകളിലാണ് 2019-ലും 2024-ലുമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇവർക്ക് എതിരാവുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, കേന്ദ്രത്തിൽ BJP-യെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പ്രതിപക്ഷം വേണം എന്നുള്ള നിലയ്ക്കാണ് അവരിപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത്രയുള്ളതിൻ്റെ കാര്യം. അപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കൊള്ളാവുന്ന കാര്യങ്ങൾ, ഇവർക്ക് വോട്ട് ചെയ്യാത്തപ്പോൾ ഇവർക്കെതിരാവുമ്പോൾ അത് മുഴുവൻ തീവ്രവാദം. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രസംഗം എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം അദ്ദേഹത്തിന് ആലോചിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് റോഡ് അടച്ചു കെട്ടിയതിനെ ന്യായീകരിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? നടന്നു പോയാൽ പോരെ, കാറിൽ പോകുന്നതൊക്കെ മുതലാളിമാർ സോഷ്യലിസം കൊണ്ടുവരിക, റോഡ് അടച്ചു കെട്ടിയിട്ട് ഒരു സാധാരണക്കാരന്, ഒരു രോഗിയെ കാറിൽ കൊണ്ടുപോയി വേറെ ഒന്നുമില്ലെന്ന് വിചാരിക്കുക. അത്ര ആലോചനാരഹിതമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആലത്തൂർ ഇലക്ഷൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് മറുപടി പറയാനോ വിശദീകരിക്കാനോ ന്യായീകരിക്കാനോ എന്നാൽ ആൾ കുഴങ്ങിപ്പോവും. അദ്ദേഹം ആലോചനയോട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ള തെറ്റിദ്ധാരണ ഏതായാലും എനിക്കില്ല.